കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. നമ്മൾ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി പറയുന്നതായ കാരണങ്ങൾക്ക്, കാര്യങ്ങൾക്ക് മറുപടിയായി അതിനെ നീക്കുവാൻ നാം എന്ത് ചെയ്യണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ബഥാനയിലെ മാർത്തയുടെയും മറിയയുടെയും ആ സംഭവത്തിൽ നിന്നും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ അവർ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ആ പ്രവൃത്തി നാം ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിൽ കടന്നു വരുന്നതായ വിശ്വാസം നമ്മളോട് ആവശ്യപ്പെടുന്നതായ പ്രവൃത്തി നാം ചെയ്യണം. രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ സൗഖ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടു. ആരോ അവളോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. അവൾ മുമ്പ് യേശുവിനെക്കുറിച്ച് കേട്ട് കാണത്തില്ല. പക്ഷേ അവളുടെ രോഗത്തിൻ്റെ ആ കാഠിന്യത്തിൽ, ആ രോഗത്തിൽ നിന്നും അവൾക്ക് സൗഖ്യമുണ്ട് എന്നുള്ളതായ ആ ഉറപ്പേറിയ വസ്തുത അവൾ മറ്റുള്ളവരിൽ നിന്നും യേശുവിനെക്കുറിച്ച് കേട്ടതിൽ നിന്നും അവൾക്ക് ഗ്രഹിപ്പാനിടയായി തീർന്നു. ലേവ്യ നിയമപ്രകാരം ഒരിക്കലും അവൾക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ കഴിയത്തില്ല. പക്ഷേ അവളിലേക്ക് കടന്നു വന്നതായ ആ വിശ്വാസം, അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവളിൽ ഉളവായ വിശ്വാസം അവളിൽ ഒരു വിശ്വാസത്തെ പ്രവൃത്തി ചെയ്യുവാൻ അവളെ പ്രേരിപ്പിച്ചു. അവളെന്ത് ചെയ്തു? ആ പുരുഷാരത്തിൻ്റെ തിക്കും തിരക്കും ഒന്നും അവൾ കണക്കിലെടുത്തില്ല. അവൾ ഇപ്രകാരം ചിന്തിച്ചു, എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ സൗഖ്യം പ്രാപിക്കും. അവൾ ഈ പുരുഷാരത്തിനിടയിലൂടെ നൂല് കടന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. കാരണം അവൾ ഇപ്രകാരം വിശ്വസിച്ചിരുന്നു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശു ഈ സഹോദരന്മാരോട് പറയുകയാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 41-ാം വാക്യം. അവർ കല്ല് നീക്കി യേശു മേൽപോട്ട് നോക്കി. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അവർ കല്ല് നീക്കി യേശു മേൽപോട്ട് നോക്കി. കല്ല് നീക്കിയെങ്കിൽ മാത്രമേ മേലിൽ നിന്നും ഒരു പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കല്ല് നീക്കുവാൻ അവരോട് പറയുമ്പോൾ അവർക്ക് ഉള്ളതായ തടസ്സം യേശുവെ നാറ്റം വെച്ചിരിക്കുന്നു, ഇനി ഇത് പോസിബിൾ അല്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ യേശു പറയുന്നു, നിങ്ങൾ ഒരു വിശ്വാസത്തോടെ, പ്രതീക്ഷയോടുകൂടെ ഞാൻ പറയുന്ന കാര്യം ചെയ്യുക. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരിക്കലും നാട്ടുകാരൊന്നും അനുവദിക്കത്തില്ലേ കല്ല് നീക്കുവാൻ. കാരണം കല്ല് നീക്കാതെ തന്നെ നാറ്റം വെച്ചിരിക്കുക. അപ്പോൾ കല്ല് നീക്കിയാൽ അത് വലിയ ദുർഗന്ധത്തിന് കാരണമായി തീരും. പക്ഷേ യേശു പറയുന്നു, അതെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങൾ കല്ല് നീക്കാമെങ്കിൽ ഞാൻ മേലോട്ട് നോക്കാൻ പോകുകയാണ്. മേലിൽ നിന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഉയർച്ച നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ദിവസം നമുക്കതിനുവേണ്ടി സമർപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നമുണ്ടാകാം. പക്ഷേ നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നിന്നോട് ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടും. എൻ്റെ ജീവിതത്തിലും ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുമ്പോൾ അത് ചെയ്തപ്പോഴെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ പല ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ഉഴലുമ്പോൾ, അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നീ അവരോട് സംസാരിക്കുകയും അവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിപ്പാൻ നീ അവരെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നിങ്ങൾ ഈ വചനങ്ങളാൽ വളരെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് കേൾക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പങ്കിടാനുള്ള അവസരങ്ങളുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. Have a nice day. God bless you all. Thank you for watching Morning Dew. Kindly tune up for next day messages.